എടാ ഇങ്ങനെയുള്ളവരുടെ സിനിമകൾ ആരും കാണാൻ പോകില്ല. എന്താ വെച്ചാൽ അവർ ഇപ്പോഴത്തന്നെ തൊലിഞ്ഞിരിക്കണം അവരുടെ മോന്തകൾ. ഇപ്പം എന്ത് 100 സിനിമയിൽ നീ തോൽക്കാൻ വകയായിട്ടിരിക്കുന്ന മോന്ത നിൻ്റെ വിഡ് സ്ത്രീയുടെ ഒപ്പം എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളത്. അപ്പം ഇങ്ങനെ തോൽക്കാൻ വകയുള്ള മോന്തകൾ ജയിക്കാൻ വകയില്ല. ഒരു 100 സിനിമയിൽ അഭിനയിച്ച് വിളിച്ചു, ഞാൻ വിഡ് സിനിമയിൽ അഭിനയിച്ച് വിചാരിച്ചു ഒരു 10 എണ്ണത്തിൽ. ഇപ്പോഴെന്നെ ഒരു 10 ഡിക്കേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഒരു ഡിക്കേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ എണ്ണത്തിന് കാണാൻ മുകളിൽ തിരിഞ്ഞ് നോക്കി മണി എന്ന് പറഞ്ഞൊരു വിഡ്ഢിയുണ്ട്, ആ മരിച്ചു. ഒറ്റ എണ്ണം ഇപ്പം ചെറിയ പിള്ളേരല്ല ആരെങ്കിലും സിനിമ കാണാൻ പോകാറുണ്ട് മുഴുവനായിട്ട് തിരിഞ്ഞ് നോക്കാൻ പോകാറുണ്ട് ഇല്ല. ദിലീപ് എന്ന് പറഞ്ഞ സിനിമ ഒരു ചെക്കൻ ഡൈവോഴ്സ് ചെയ്തു. ഫേക്ക് പേരൊന്നാമത് ജീവനില്ലാത്ത ആരാധിച്ച്, ഫേക്ക് ബർത്ത് ഡേറ്റ് ഉള്ളവർ ജീവനില്ലാത്തത് ആരാധിച്ച് അവരുടെ ഡൈവോഴ്സ് ചെയ്തു, വേറെ കല്യാണം കഴിച്ചു. ഒറ്റണം അവരുടെ സിനിമ കാണാൻ പോകാറുള്ളത്. ബഹദൂർ, പ്രേം നസീർ, ഷീല, ജയഭാരതി, ശാരദ ഒറ്റണത്തിന് സിനിമകൾ അന്ന് അപ്പോഴും കാണാൻ പോകണില്ലല്ലോ. ഇനി ഇപ്പം തീ വെഡിത്തം വിശ്വസിച്ച് നടന്നവർ കുറേ പേര് 10 പേര് 10 എണ്ണം 10 ഡിക്കേഡ് കഴിഞ്ഞാൽ അവർ ആക്സിഡൻ്റ് ആയിട്ടും കുറേ ഒരു രോഗം മൂലം വെഡിത്തം വിശ്വസിച്ച് നടന്നവർ. അപ്പോൾ അവരും അവരുടെ മക്കളും ഇത് തിരിഞ്ഞ് നോക്കാൻ പോകും. 10 ഡിക്കേഡ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇപ്പോൾ കാണാൻ പോകാൻ പറ്റാത്തവർ എങ്ങനെയാണ് 10 ഡിക്കേഡ് കഴിഞ്ഞ് കാണുന്നവരൊക്കെ? അതാണ് തൊലിഞ്ഞ് നടക്കണ വീടുകൾ ആരും കാണാൻ പോകില്ല. സമയത്തിന് കാലത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്, അതനുസരിച്ച് ഓർമ്മ വയ്ക്കണം. എന്ന് വെച്ചാൽ യേശുവ വേറെ വരാൻ പോകണില്ല, യേശുവ സെക്കൻഡ് കമ്മിങ് ഈ പേര് വെച്ചല്ല വരാൻ പോണേ, അതാ പറയണേ. അല്ലാണ്ട് ഏത് ക്ലീശോ ഏത് അനിയന്മാരെ പറഞ്ഞിരിക്കണ വിഡ്ഢികളെ അങ്ങനെയതാവണേ. കള്ളനെ പോലെ വരണം അവർ, മൂത്തവനായിട്ട് വരണം. ബൈബിൾ വായിക്കാത്ത നാനി അവരുടെ തള്ളയും അനിയനെ കൊണ്ട് പീസായി ഇതാക്കിപ്പിച്ചു. അത് അനിയനെ യേശുവ ക്ലീശോ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയില്ലാണ്ട് ഓരോ പാതിരികളെ കൈ മുത്താൻ പോയിട്ട് അവർ സാലറിക്ക് വേണ്ടി ചെയ്യണേ അല്ലേ. അല്ലാണ്ട് കള്ളനെ പോലെ വരണേ. അല്ലാണ്ട് അപ്രക്ഷിതമായി സമയത്തിനെല്ലാം കണ്ടു വന്നാലും നിങ്ങളപ്പം അവഗണിക്കും. അല്ലാണ്ട് ജീവനില്ലാത്ത ആരാധിച്ച് നടക്കുന്നത് അതുപോലെ ആയിരിക്കും. അതല്ല വേണ്ടത്. അപ്പോൾ കള്ളനെ പോലെ വരും, അല്ലെങ്കിൽ എന്താ പറയുക, ഫിസിക്കൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല, പ്രൂഫിൻ്റെ ആവശ്യമില്ല, അതാ പറയണം. അപ്പോൾ അല്ല ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുഖത്ത് നോക്കി സംസാരിക്കണല്ലേ. ഫൂളിഷ് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കരുത്, ഫൂളിഷ് ആൻസേഴ്സ് വേണ്ടങ്ങ്. കംപ്ലിമെൻറ്റ്സ് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്താ വേണ്ടാത്തതെന്ന് 9 വർഷമായിട്ട് അവിടെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയുള്ളവർ എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കണല്ലേ. അതിൻ്റെ കാരണം അവരോട് ചോദിക്കി, അത് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാത്സിന് എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് കണക്കാടൻ വീട്ടുപേര് ആ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അവർ എനിക്ക് മാത്സിൽ 0 മാർക്കുണ്ടോ എനിക്ക് എന്താന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുക ചെയ്തേ. ഞാൻ എൻ്റെ വഴിക്ക് നോക്കി പോയി, നിങ്ങൾ എൻ്റെ വഴിക്ക് നോക്കി പോയി, എൻ്റെ വഴിക്കനുസരിച്ച് ചെയ്യും. നിങ്ങളുടെ വെഡിത്തം നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്താണ്, നിങ്ങളെ വഴി ശരിയാക്കാണ്ട്. ഈ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടിയുള്ള സയൻറ്റിഫിക് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ കുറിച്ച് അറിയുക, ജീവനുള്ള ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കണം, അവൻ ജയിക്കാനും ചെയ്യും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അതുകൊണ്ട് ഐദർ റിസറക്ഷൻ ഓർ നോട്ട് റിസറക്ഷൻ ആ രീതിയിൽ ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. ഞാൻ പണ്ടത്തെ പോലെ ചെറുപ്പത്തിലെ ബാക്കിയുള്ളവർ ബുദ്ധി സ്ഥിരതയില്ലാത്ത കുറേ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വാലുമോടൊരു അറിയാത്തവർ ഒരു എന്താ പറയുക പടു വെഡ്ഡികളോട്, അവരുടെ വീട്ടിന് പേരിലാണ് എഴുതി വെച്ചിട്ടുണ്ട്, പടു വെഡ്ഡികളോട് ചോദിക്കാൻ പോവാണ്. അവർ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും എൻ്റെ സ്വന്തം മോനെക്കുറിച്ച് ക്രിസ്ത്യാനിയെക്കുറിച്ച് അറിയാത്തവർ എങ്ങനെയാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എവിടെ നിങ്ങൾ എവിടെ പറഞ്ഞാലും മനസ്സിലാവും. അതനുസരിച്ച് നീങ്ങണേ. അല്ലാണ്ട് അന്നൊന്നും ഇതല്ലാണ്ടല്ല നിങ്ങളുടെ ഭാഷയിൽ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. നിങ്ങളെന്താ പറയണേ? എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും മിണ്ടണല്ലേ. അപ്പോൾ നിങ്ങൾ വിസ്കി അടിച്ച് ബ്രാൻഡി അടിച്ച് നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങിപ്പിച്ച് സിഗരറ്റ് വലിച്ച് പുതിയ വീട്ടിൽ സിഗരറ്റ് വലിച്ച് വീട്ടിലിരിക്കുകയാണ്. അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അന്ന് വേസ്റ്റ് ജീവിതം ജീവിക്കണം. ഈ വേസ്റ്റ് ജീവിതം ജീവിച്ചിട്ട് ഏത് ആദിവാസി സ്ത്രീ ആണെങ്കിലും ഏത് പൊക്കമുള്ള പെട്ടത്തലേനാണെങ്കിലും അരമണിക്കൂർ ഞാൻ നിൽക്കണം. അത് ഓർത്തുക, അരമണിക്കൂർ നിൽക്കണം നിങ്ങളെ കൊണ്ട് എന്നോട് സംസാരിപ്പിക്കാൻ. അല്ലാണ്ട് വേറെ ഒരു വെഡിത്തങ്ങൾ പല സ്ഥലങ്ങളും ഒരു ഊമ്പാലിമാറിനെ നോക്കണില്ല. അവർ അവിടെ കൊണ്ട് നിർത്തി, ഇവിടെ കൊണ്ട് നിർത്തി, ആ ജനലിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. എന്തെങ്കിലും അവിടെ തുരുമ്പുള്ള ജനൽ, തുറക്കാടോടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഏത് സൗമ്യതയോടെ പറഞ്ഞാലും ഭവ്യതയോടെ പറഞ്ഞാലും ഫോണിൽ സംസാരിച്ചാലും എന്തെങ്കിലും ഒച്ചയെടുത്ത് പറഞ്ഞാലും നിങ്ങളെ ചോദിച്ച് വരാൻ പോകണില്ലേ, അങ്ങോട്ട് പോവും. ഏത് സമയത്ത് മിണ്ടണം, എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കാം ആദ്യം. ഒന്ന് അരമണിക്കൂർ പുറത്ത് നിൽക്കണം. അത്ര ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ വരൂ, എന്നോട് സംസാരിക്കൂ എന്ന് പറയണം. ഞാൻ ഇതുവരെ അതുണ്ടായിട്ടില്ല. എടാ ഞാൻ 1 മിനിറ്റ് മുമ്പ് ജനിച്ചിട്ടുള്ളൂ, നവംബർ 5, 2025 ജനിച്ചിട്ടുള്ളൂ. ഇത്ര നാൾ പറയാത്തതും നിങ്ങളും ഞാനും പറയാത്തതും ചെയ്യാത്തതും കണ്ടതും കാണാത്തതും ഉണ്ടായതും ഉണ്ടാവാത്തതൊക്കെ അറിയാതിരിക്കാൻ ഇപ്പം തന്നെ ആകാശത്ത് പൊട്ടിമുളച്ച് വന്നിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇങ്ങനെയുള്ള ഇളിഞ്ഞ് വളഞ്ഞ് നടക്കണ പെട്ടതലയന്മാരെ ആരും തിരിഞ്ഞ് നോക്കാൻ പോകണില്ല ഇനി. അപ്പോൾ സമയത്തിനനുസരിച്ച് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാണ്ട് പല ആദിവാസി സ്ത്രീകളും പെട്ടതലയന്മാരും ശവപ്പെട്ടിയിൽ കിടന്ന എന്ത് മുഖത്തിന് മേന്മയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പഠിക്കുക.
അപ്പോൾ ഇപ്പം തന്നെ 4 മിനിറ്റ് ഞാൻ സംസാരിക്കണം, 5 മിനിറ്റ്. എത്ര ഭവിഷ്യത്തുള്ള നല്ല അറിവുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നിങ്ങളാണ് തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കും. നിങ്ങൾ തമ്മിൽ എളിച്ച് കാണിക്കുന്നതുകൊണ്ട്, നിങ്ങൾ എളിഞ്ഞ് വളഞ്ഞ് പോണതുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി കളവ് ചെയ്യുന്നതുകൊണ്ടാണ്. കൂങ്കളൂരിലുള്ള പോലെ ഇവിടെ വീട്ടുകാരും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂങ്കളൂരുള്ള ചെകുത്താൻപെട്ടികളുടെ സ്ഥലത്ത് മലയാളികളെ അരുന്ന് കൂട്ടി വാങ്ങണ പോലെ തല്ലി ഉടയ്ക്കണ പോലെ അല്ല. അത് സ്പഷ്ടമായിട്ട് പറയണ്ടല്ലോ. അത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെകുത്താൻ വേണ്ടി തരാൻ കാണിക്കുക. അല്ലാണ്ട് ഗ്ലീഷകളും ഗിയറുള്ള വണ്ടികൾ 650 കിലോമീറ്റർ ഓടിച്ച് പോവില്ല. അല്ലെങ്കിൽ ഗിയറുള്ള വണ്ടി ബൈക്കാണെങ്കിലും 650 കിലോമീറ്റർ ഒരുമിച്ച് ഒരു 3 സമോസയും കഴിച്ച് വിശപ്പും ഇതൊന്നും നോക്കാണ്ട് ഏത് വഴുവഴുപ്പുള്ള റോഡിൽ തിരക്കി കൺട്രോളായിട്ട് വരില്ല. അവർക്ക് ഒടിഞ്ഞ് നടക്കാൻ അറിയുള്ളൂ. ഒരു മുസ്ലിമിന് എഴുതാം ഹിന്ദിയിൽ, ഈജിപ്ഷ്യന് എഴുതാൻ അറിയാം. എന്നിട്ട് 7 വർഷം പുറത്ത് പറിച്ച് ചെയ്തു ക്രൂരത എന്ന് പറഞ്ഞാൽ അത് എഴുതാം. അത് ക്രിസ്ത്യാനിറ്റി ഒരു ബന്ധത്തിൽ പറിച്ചല്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അന്യന്മാരെ കൊണ്ട് യേശുവും ക്ലേശം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറുന്നു, കളവ് നടത്തുന്നു, എന്നിട്ട് പോലീസുകാർ വന്ന് അത് അന്വേഷിപ്പിക്കണു. പോലീസുകാർ വന്ന് അന്വേഷിക്കുമ്പോൾ തല കുനിച്ച് അതിന് കൈയും കെട്ടി ഇങ്ങനെ വിളിച്ച് വരുത്തി. അതുകൊണ്ടാണ് ഞാൻ എത്ര പേര് വിളിച്ച് വരുത്തണു. ഞാൻ കാഞ്ഞുകൊണ്ട് പറഞ്ഞു, കാഞ്ഞൂർ പറഞ്ഞിട്ടുണ്ടോ അതാ സ്വർണ്ണം കട്ടുകൊണ്ട് പോകണം നിങ്ങളുടെ. എന്നിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് ഏത് ഫ്ലോറാണെങ്കിലും എന്നിട്ട് ഈ പോലീസുകാരന് അടിയറിഞ്ഞ് അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ക്രിമിയാട്ടർ അളിഞ്ഞളിഞ്ഞ് മുഖം തിരിച്ച് ഈ ഫ്ലാറ്റിനെ അപമാനാക്കി വെച്ചിട്ട് കണ്ടു വിളിക്കല്ലേ, ഇനി വിളിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അതേ തന്നെ ആവർത്തിച്ച് ആ നിങ്ങളുടെ തന്നെ അപമാനായ ആവുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ വീട്ടിൽ തന്നെ നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആരെ കുറിച്ച് ഇങ്ങനെ വാക്കുകൾ പറയാൻ പോയിട്ടില്ലേ. ഞാൻ ആരെയും കുഴിയിൽ ചാടിക്കാൻ നോക്കാറില്ലേ. നിങ്ങൾ വെടിത്തം മാറ്റി മര്യാദയ്ക്ക് വരാനും പറയണേ. കുഴിയിൽ ചാടിക്കാൻ ഒരിക്കൽ നോക്കുന്നത് തമ്മിൽ തമ്മിൽ എളിച്ച് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ വെടിത്തം എളിഞ്ഞ് തല താത്തി പോണത് കൊണ്ടാണ്. അവിടെ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? സംസാരിക്കാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, അത് ഉണ്ടായിട്ടില്ല. ഇത് സ്പഷ്ടമായിട്ട് പറയും. ഞാൻ അങ്ങനെ ആരെയും കുറിച്ച് കുറ്റം പറയാറില്ല, കണ്ടുകൊണ്ട് പറഞ്ഞ് നടക്കാറില്ല. ഫ്രീ സർവീസിനെ കുറിച്ച് പറയണം. അല്ലാണ്ട് കുണ്ടന്മാരെ പോലെ ആരും പറയിപ്പിച്ച്, കുണ്ടന്മാരെ പോലെ വയസ്സന്മാരെ പോലെ ആരും പറയിപ്പിച്ച് അവിടെ ഇവിടെ ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ അവിടെ ഇവിടെയും ഇപ്പം മർമർ ഞാൻ സംസാരിക്കും 8 പേര് അവിടെ ഫ്ലാറ്റിനെ കുറിച്ച് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതേപോലത്തെ വെഡിത്തെ പറഞ്ഞിരിക്കണേ. പേടിച്ച് അരളി മുരളി പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഫോണിൽ സംസാരിച്ചാലും ഭവ്യതയോടെ പറഞ്ഞാലും നിങ്ങൾ അവർ തിരിഞ്ഞ് നോക്കാണ്ട് പോവും, ഏത് വേഷമാണെങ്കിലും. അഥവാ അതുകൊണ്ട് കുണ്ടന്മാരെ പോലെ വയസ്സന്മാരെ പോലെ ആണെന്ന് പറഞ്ഞിരിക്കാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാണ്ട് കുണ്ടന്മാരെ പോലെ വയസ്സന്മാരെ പോലെ എന്താ പറയുക ആരും പറയിപ്പിച്ച് എന്തോ മാനത്ത് കണ്ട് അവിടെ ഇവിടെയും പരസ്പര ബന്ധമില്ലാണ്ട് അവിടെ ഇവിടെ മുഖത്ത് നോക്കി പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയണേ. ഞാൻ കേയൊന്നുമല്ല. ബോയ്സിന് ഗേളിന് ഇഷ്ടപ്പെടുന്നു, അത് യേശോ പറഞ്ഞുണ്ട്. അവിടെ ഗേൾസിനോട് ചെയ്യണു ബോയ്സിൻ്റെ കൂടെ ചെയ്യണമെന്ന് പറയണല്ലേ. ഒരു ഓമനത്വം കാണിക്കുക, ആ രീതിയിൽ കാണുമ്പോൾ സ്നേഹം കാണിക്കുക. ഫ്രീ സർവീസാണ് യേശോ. അത് പറഞ്ഞു ലവ് ഷെയർ ചെയ്യുക, അത് പറയണം. ലവ് ഷെയർ ചെയ്യുക, ഭക്ഷണം ഷെയർ ചെയ്യുക, വൈനാണെങ്കിൽ വൈൻ ഷെയർ ചെയ്യുക. കുടിച്ച് നടന്നു എന്നല്ല പറയണേ, ഡ്രഗ് അടിച്ച് നടന്നു എന്നല്ല പറയണേ. മിണ്ടാണ്ട് സഹിച്ചു, ഫ്രീ സർവീസ് അതാ പറയണം. അതാണ് ക്രിസ്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ അതാ മാതൃക കാണിക്കണേ. അതിന് സാലറി പ്രതീക്ഷിക്കണല്ലേ, ഇങ്ങോട്ട് ലവ് പ്രതീക്ഷിക്കണല്ലേ. വിത്തൗട്ട് ബെനിഫിറ്റ് അതിനെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുക. അല്ലാണ്ട് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യണ സാലറി മേടിച്ചിട്ട് അവരെന്തും മേന്മതി ചെയ്തേക്കണം, എന്തൊരു ചെയ്ത് നിങ്ങൾ അവർ കൈമുത്താൻ പോണേ. അവർ 1 ലക്ഷം ഒരു മാസം ഒരു 60,000 സാലറി മേടിച്ചിട്ട് റിപ്പീറ്റഡ് റിമെമ്പറൻസ് എന്ന കള്ള പേരിൽ തട്ടിപ്പ് പേരിൽ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യണോ? അതാ ചെയ്തുകൊണ്ടിരിക്കണം. അത് പൗലിസിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, ഇനി റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യരുത്. ഒരു പാതിരികളുടെ ആവശ്യമില്ല, പാതിരികളെ കൊണ്ട് നിന്ന് ചെയ്യിപ്പിക്കുന്നത് വെറുതെക്കാണ്. വെറുതെക്കാന്ന് പറയണമെങ്കിൽ വേറെ പര്യായം പറയണം. എന്തുകൊണ്ട് വെറുതെക്ക് ചെയ്യണ്ടെന്ന് പറയണേ? വെറുതെക്ക് ചെയ്യേണ്ട, അത് പാഴ്വേലയാണെന്ന്. പാഴ്വേല ചെയ്തിട്ട് എല്ലാവർക്കും വലിയ കാര്യം ഉണ്ടാവുമോ? അപ്പോൾ അവരുടെ കൈമുത്താൻ പോവുക, വെടിത്താം. പോപ്പിനേക്കാൾ പോപ്പല്ല സെലക്ട് ചെയ്യാൻ പോകണം ഈശോയുടെ സെക്കൻഡ് കമ്മിങ്ങിന്. അല്ലെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ല ഹാൻഡ് ഷേക്ക് ചെയ്ത് ഡിപ്ലോമാറ്റിക് ഹാൻഡ് ഷേക്കിന് സെലക്ട് ചെയ്യാൻ പോണേ. അത് മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ എല്ലാ കാര്യം. അല്ലാണ്ട് മിണ്ടാണ്ട് സഹിക്കണ കാര്യം പറയണം. മിണ്ടാണ്ട് സഹിക്കാൻ എങ്ങനെയാണ്? മിണ്ടാണ്ട് സഹിക്കാൻ പറഞ്ഞാൽ ഇവിടെ കുരുട്ട് സാധനങ്ങൾ ഓടി നടന്നിട്ട് അയ്യോ തല്ലല്ലെന്ന് പറഞ്ഞ് 9 മണിക്കൂർ അടിയേൽപ്പിക്കണ പോലെയല്ല. മിണ്ടാണ്ട് സഹിക്കുക. അല്ല ഒന്നും മിണ്ടാട്ടില്ല, അത് സഹിക്കുക. മിണ്ടാണ്ട് തന്നെ സഹിക്കുക. അങ്ങനെ നിന്നാണെങ്കിലും ഏതാണെങ്കിലും എത്ര മണിക്കൂറാണെങ്കിലും. ആരെങ്കിലും ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും എനിക്കൊന്നും പറയാനില്ല എന്നല്ല പറയണേ. അത് ജീവനില്ലാത്ത വിഗ്രഹം ആരാധിച്ച് നടക്കുന്ന മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് ഹിന്ദുസ് ആയിരിക്കും അങ്ങനെയുള്ള വെഡികളുടെ പരിപാടി, റോമൻസിൻ്റെ.
അവരെന്തോ ശേഷം ഒന്നും മിണ്ടാടി ഇങ്ങനെ എന്തോ അപ്പം അത് വിക്ടറിക്ക് വേണ്ടതെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്ട് ചെയ്ത് വ്യഭിചാരിണി ആയാലും മഗ്ദലേന മറിയ ആയാലും ആക്ട് ചെയ്ത് നടക്കണം. പലസ്തീന് വേണ്ടി നിങ്ങൾ കരയുകയും പലസ്തീന് വേണ്ടി പലസ്തീന് നിങ്ങളുടെ മക്കളെയും പുരുഷന്മാരെയും സ്ത്രീകളെ അപഹരിച്ച് എന്തൊക്കെ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് ഓർത്ത് കരയുമെന്നാണ് പറഞ്ഞത്. ഇത് വിക്ടറി ആയിരിക്കും. ഇത് സാക്രിഫൈസ് ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയായിരിക്കും, ജയത്തിന് വേണ്ടി. തോൽവിയില്ല എന്ന് പറയാൻ എന്നാണ് കരയേണ്ട. ഇത് ഗുഡ് ഫ്രൈഡേ ആണ്, അതിന് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പേര് മാറ്റി തട്ടിപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തട്ടിപ്പാണ് കാണിക്കണേ. ഏത് ആദിവാസി മോന്തയാണെങ്കിലും തട്ടിപ്പാണ് കാണിക്കണേ. ഇപ്പം തന്നെ പോപ്പ് പറഞ്ഞല്ലോ 2000 വർഷമായിട്ട് മാറാൻ പറ്റുള്ളൂ. കന്യകനെ ആരാധിക്കരുത്. ഒരു രക്ഷകനുള്ളതെന്ന് പറയുമ്പോൾ സഹരക്ഷകൻ്റെ ആവശ്യമുണ്ട്. സഹരക്ഷകൻ്റെ ആവശ്യമില്ല. ഒരു മധ്യസ്ഥേ ഉള്ളൂ. ഒരു മധ്യസ്ഥനുള്ള യേശുവ. അപ്പോൾ നിങ്ങൾ കുറേ മധ്യസ്ഥന്മാർ വ്യഭിചാരനെ മഗ്ദലേന മറിയോ അവരെയൊക്കെ ആരാധിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അതൊരു ഇപ്പോഴും മാറാണ്ട് കുറേ തട്ടിപ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അജണ്ട ഇറക്കിയിട്ടുണ്ട്. അവരുടെ അജണ്ട, വിഡ്ഢി അജണ്ട. എന്നിട്ട് മാറാൻ തയ്യാറല്ല. ഇപ്പോഴും ജീവനില്ലാത്ത വിഗ്രഹങ്ങളും. മഗ്ദലേന മറിയം എവിടെയാണ് സാക്രിഫൈസ് ചെയ്തത്? ഇസഹാക്കിന് പകരം. അബ്രഹാമിൻ്റെ സമയത്ത് സാറ എന്ന വൃദ്ധയായ സാറയെന്ന് ഇസഹാക്ക് ജനിക്കുമ്പോൾ ഇസഹാക്ക് 12 വയസ്സായിട്ടുള്ളൂ. സാക്രിഫൈസ് ചെയ്യിക്കുമ്പോൾ അത് സാക്രിഫൈസ് വേണ്ട, അതിന് നിങ്ങൾക്ക് അറിയേണ്ട, അത് വേണ്ട. ഇനി അവരുടെ വംശാവലിയിൽ യേശുവ 30 വയസ്സിൽ പൂർണ്ണ തികവോടെ പൂർണ്ണ മെച്യൂരിറ്റിയിൽ കാര്യങ്ങൾ അനുവർത്തിക്കുന്ന പറയണം. സാക്രിഫൈസ് മിണ്ടാണ്ട് സഹിച്ച്. അപ്പോൾ അങ്ങനെയും ഉണ്ടായിക്കണേ. പക്ഷേ ഇസഹാക്കിൻ്റെ കാര്യത്തിൽ എന്തുണ്ടായി? ഇസഹാക്കിന് പകരമാണ് യേശു സാക്രിഫൈസ് ചെയ്തത്. 12 വയസ്സിലല്ല, പൂർണ്ണ തികവോടെ എത്തുമ്പോൾ സാക്രിഫൈസ് ചെയ്യണം. അതിനിടയിൽ കന്യക ഇല്ലാത്ത മറിയത്തിന് എന്താ ബന്ധം? മഗ്ദലേന മറിയം സാറയുടെയും അബ്രഹാമിൻ്റെയും പ്രതിമ ആരാധിച്ച് ഇസഹാക്ക് സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ഇസഹാക്കിൻ്റെയോ സ്നാപക യോഹനാൻ്റെയോ എലിസബത്ത് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. കന്യക പറയുമ്പോൾ എലിസബത്ത് ചാർച്ചക്കാരി, അവരുടെ എലിസബ ആൻറ്റി അവർ പ്രസവിച്ച് അവർക്ക് യോഹനാൻ എന്ന പുത്രൻ ജനിക്കണു. അപ്പോൾ അത് കടിഞ്ഞൂലായിട്ട് ജനിക്കണത് കൊണ്ടാണ് കന്യകയിൽ നിന്ന് ജനിക്കണമെന്ന് പറയണേ. 19 കടിഞ്ഞൂല് കന്യകയിൽ നിന്നല്ലേ ജനിക്കുള്ളൂ. അവിടെ 7 മക്കൾ 4 മക്കളുണ്ടായി കഴിഞ്ഞിട്ട് ജനിക്കുമോ കടിഞ്ഞൂല്? ഇല്ല. അതുകൊണ്ട് കന്യകയിൽ നിന്ന് ജനിക്കണം എന്ന് പറയണേ. അപ്പോൾ നിങ്ങൾ കുറേ കള്ളുകൂടിയമാർ കേൾക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒറ്റടി അടിച്ച് ഓടാൻ തോന്നുന്നില്ല, അവിടെ നിൽക്കും. കന്യകയിൽ നിന്ന് എന്തിനു ജനിക്കണമെന്ന് പറയണേ. അല്ലെ, കന്യകയിൽ നിന്ന് ജനിക്കണം. അപ്പം നിങ്ങൾ കള്ളുകൂടി കന്യകയിൽ നിന്ന് എങ്ങനെ ജനിക്കും? നിങ്ങളുടെ ടോണേ പറയണേ. കന്യകയിൽ നിന്ന് എങ്ങനെ ജനിക്കുക? ഞങ്ങൾക്ക് അറിയില്ല, എങ്ങനെയൊന്നും അത്ഭുതമോ. കന്യകയിൽ നിന്നാണ് കടിഞ്ഞൂല് ജനിക്കുക. അവളുടെ വൃദ്ധയായ എലിശാമ്മ വൃദ്ധയായ സാറാനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കടിഞ്ഞൂൽ അങ്ങനെ പറയണല്ലേ. കന്യകയിൽ നിന്ന് കടിഞ്ഞൂല് ജനിക്കണു. അത് കഴിഞ്ഞ് 4 മക്കൾ 7 മക്കൾ ജനിച്ചിട്ടല്ലേ പറയണേന്ന്. റോമൻസ് യോസഫ് പിതാവ് വിശ്വാസത്തോടെ സ്വീകരിച്ചു. അത് കക്കോൾഡ് പോലെ 4 മക്കൾ ജനിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് 4 മക്കൾ രാത്രിക്ക് ചോറുണ്ണാൻ പോണ മുമ്പ് ഇരിക്കുമ്പോൾ ഉറങ്ങാൻ പോണ മുമ്പ് ചോറുണ്ണ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങിയോടെ 30 വയസ്സിൽ സാക്രിഫൈസ് ചെയ്യാൻ ഇറങ്ങിയോടെ പറയുന്നുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ടല്ലേ പറയണേ. അപ്പോൾ കന്യകനെ ഇങ്ങനെ ആരെയും ആരാധിക്കേണ്ട ആവശ്യമില്ല. മഗ്ദലേന മറിയോ പ്രാസാമിയ ത്രേസ്യാമിയ കൊച്ചു ത്രേസ്യാനി ആരെയും ആരാധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ പാതിരി വേഷം കെട്ടി സൺഡേ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ എല്ലാം തെറ്റാണ്. സൺഡേ ആയിട്ട് യേശുവയ്ക്ക് ഒരു ബന്ധമില്ല. മനസ്സിലാണ്. അത് ഇലാഹി സാബത്ത് ജീവനോട് ദൈവം. അതുകൊണ്ടാണ് 2nd 7th അപ്പാപ്പനൊക്കെ മരിക്കുന്നത്. 2nd കമ്മിങ് 7th ഡേ. അത് ജീവനോട് ദൈവം എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞ് മയങ്ങിയ ദിവസം, റെസ്റ്റ് ചെയ്ത ദിവസം. ആ 7th ഡേ 27 11 വയസ്സിലേക്ക് എല്ലാവർക്കും കിട്ടണ രീതി 7ാം ക്ലാസ്സിലാവേണ്ട രീതി വന്നില്ല. 3ാം ക്ലാസ്സിൽ ചേരേണ്ടതായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഗോവിന്ദ വരുമ്പോൾ 2ാം ക്ലാസ് ചേർന്ന് 6ാം ക്ലാസ്സിലാവാണ് 2000 വർഷത്തിൽ. അതിൽ 3, 7 എന്ന രീതി 8ൻ്റെ കൂടെ 8 3rd 8th മാർച്ച് 7th ഓഗസ്റ്റിലാണ് മാമ ജനിച്ചത്. ഈ 73 വയസ്സിൽ തന്നെ അപ്പാപ്പ മരിക്കണു. 11 വയസ്സിൻ്റെ തുടർച്ച. ട്വിൻ ടൗൺസിലാണ് വളർന്ന ഗോവയിൽ. അവിടെ ഹിന്ദി വരണല്ലേ, ഇംഗ്ലീഷ് കൊങ്കണി വരണല്ലേ. അത് പോർച്ചുഗീസ് ലെവലിലുള്ള വേർഡ്സാണ് വരണേ. ഇംഗ്ലീഷ് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അതും ഇസ്രായേൽക്കാർ 1st സെഞ്ചുറി തൊട്ട് 15th സെഞ്ചുറി വരെ ഇവിടെ നടന്നിരുന്നു. അതാരും പറയണല്ലേ. അത് ജൂവിഷ് സ്പൈസ് ട്രേഡിങ് അവരിവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, ഇവിടെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. മലയാളം സംസാരിച്ച് അവരുടെ ഇവൻറ്റ്, അവരുടെ പ്രധാന ലാഡർ കൂടെ അവിടെ സുലാം കൂടെ ഏഞ്ചൽസ് കയറി ഇറങ്ങി വന്നു. യാക്കോബിൻ്റെ സ്വപ്നത്തിൽ ആ ഉറങ്ങിയ കല്ലിന് ഇസ്രായേലിൽ നിന്ന് പേരിട്ടു. അതൊക്കെ അതിനുകൊണ്ട് അവർ കോണി നിന്ന് അങ്ങനെ വീട്ടുപേര് സൃഷ്ടിക്കുന്നതാണ്. ഡൺ എന്ന് പറഞ്ഞ ജഡ്ജ്. അങ്ങനെ 15th സെഞ്ചുറി തൊട്ടൊക്കെ കാലങ്ങൾ ഇംഗ്ലീഷ് ആൾക്കാർ വന്നിട്ട് അവർ പേര് മാറ്റുന്നത് സ്റ്റാൻഡ് ഫേം ഓൺ ദ ലാഡർ ടു ജഡ്ജ് അങ്ങനെ പറയുന്നത്. സമയത്തിന് എപ്പോഴും സംസാരിക്കണമെന്ന് നോക്ക്. അപ്പോൾ ആ രീതിയൊക്കെ വരണത്. അപ്പോൾ ആ വംശാവലിയിൽ വരണ കാര്യം പറയണം. ആകാശത്തോടെ ഗ്രാവിറ്റേഷനെ കുറിച്ചൊന്നും അന്നൊന്നും ആരും പറയണല്ലേ.
പണ്ട് 2000 വർഷം മുമ്പ് ഗ്രാവിറ്റേഷനെ കുറിച്ച് ഡെഡ് സീയിൽ മുകളിൽ നിൽക്കുന്നതാണ്. ഉപ്പിൻ്റെ അംശം കൂടുതലായ ഡെഡ് സീയുടെ മുകളിൽ നടക്കണ കാര്യമോ വീടുണ്ടാ ഞാൻ ഇനി എഴുന്നേൽപ്പിക്കാമെന്നൊക്കെ പറയണത് മാറി മാറി വരുന്നതാണ്. ഏഷ്യയുടെ സാക്രിഫൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചേഞ്ച് ഇവിടെ വരാൻ പോലുള്ള ഒരു ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സും ഇതിനെക്കുറിച്ച് പറയില്ല. അവർക്ക് അയ്യോ എന്താ അറിയില്ല എന്നുള്ള പറയാം. അപ്പോൾ ഇതിന് പ്രൂഫില്ല, ഹ്യൂമൻ വാലിഡേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വരേണ്ട കാര്യമില്ല. അപ്പോൾ അത് വന്ന കാര്യം വന്ന പോലെ തന്നെയോ, പക്ഷേ എല്ലാവരും പലരും അവഗണിക്കും. വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ നടന്നു വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് മനസ്സിലാക്കുക. കേട്ടിട്ടും കേട്ടില്ല, കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ നടന്ന കാര്യമുണ്ട് ഇല്ല. അപ്പോൾ ആ ഒരു വംശാവലിയിൽ വരണ കാര്യം പറയണേ, ആകാശത്തോടെ വരണ കാര്യമല്ല പറയണേ. അത് ആകാശം എന്ന് പറഞ്ഞാൽ ആവിയാണ്, ക്ലൗഡ്സാണ്, അതുകൂടെ വരണ കാര്യമല്ല വംശാവലി. യേശോ വാരിയർ എന്നാണ് പറയണത്. യേശോ ഇസ് എ വാരിയർ, ഒരു വാരിയർ ഫാമിലി എന്ന് പറയണത്. എന്താ വെച്ചാൽ ഇസ്രായേൽക്കാർക്ക് യുദ്ധം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ഒരുമിച്ച് ഒരു ജനതയായിട്ട് യുദ്ധം ചെയ്യാണ്. ഏത് റോമൻസ് ഇതായാലും അതാണ് വംശാവലി, വാരിയർ ഫാമിലി. അതാണ് യഹോവ സേന എന്ന് പറയണത്. അതുകൊണ്ട് വേറെ എല്ലാവരും യഹോവ സേന എന്ന് പറയൂ ഇല്ല. ഇസ്രായേൽക്കാർ വാരിയർ ഫാമിലി എന്നാണ് പറയണത്. അതുകൊണ്ട് യേശോ ഇസ് നോട്ട് എ വെരി നൈസ് പേഴ്സൺ എന്ന് പറയണത്. മിണ്ടാണ്ട് സഹിക്കുക, ഓടി നടന്ന് അടിക്കല എന്ന് പറഞ്ഞ സാവണ പോലെയല്ല. അത് മരവിച്ച് ഹാർട്ട് ബീറ്റ് മരവിച്ച് പുനരുദ്ധീകരിക്കണ രീതി വാരിയർ ഫാമിലി എന്ന് പറയുന്നത്. നല്ലതിന് ചെയ്താണെങ്കിലും ജഡ്ജ്മെൻറ്റിന് ഇനി വരും, കിങ് ആയിട്ട് വരും. യേശു തന്നെ പറയുന്നുണ്ട്, വായിക്കൊണ്ട് പറയുന്നുണ്ട്, ഐ ഹാവ് ബ്രോട്ട് എ സ്വാഡ് ഇൻ ദിസ് ഫാമിലി. സ്വാഡ് എന്ന് പറയുന്നത് വാള്. ഞാനൊരു വാളാണ് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിന് വേണ്ടി. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ ആ വംശാവലിയിൽ വരണ രീതി പറയണേ. ഇവിടെ കേരളത്തിൽ ജൂവിഷ് മലയാളി നമ്പൂതിരി ക്രിസ്ത്യൻ ഡിസെൻഡൻ്റ് ആയിട്ട് വരണ രീതിയും തോമസ് വന്ന് ക്രിസ്ത്യൻസ് ആക്കുന്നതും ജൂവിഷ് മലയാളികളെ അവിടെ ആകാശത്തോടെ പൊങ്ങി പോകണ കാര്യം മരവിച്ച് ഹാർട്ട് ബീറ്റ് പുനരുദ്ധരിച്ച് 3 ദിവസത്തിനുള്ളിൽ പുനരുദ്ധരിച്ച് വരണ രീതിയെ പറയണം. അതിന് ഉയർപ്പ് എന്ന് പറയണേ. അവിടെ ആകാശത്തോടെ പറന്ന് പോയി മൈക്കലാഞ്ചലോയും ലിയോണാർഡോ വിൻസിയുടെയും പടങ്ങൾ ആപ്പാടെ വിശ്വസിക്കരുത്. മാലാഖകൾ ചിറക് എന്താ കാണിക്കണേ? നമ്മൾ മനുഷ്യരെ തന്നെ മാലാഖമാരും ദൈവത്തിനെ പോലെ ആവാൻ നോക്കി, ജീവനുള്ള ദൈവത്തിൻ്റെ ഭംഗിയെ പോലെ ആവാൻ നോക്കി, അവർ അഹങ്കരിച്ചു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉന്നതിയുടെ നേച്ചർ, ഉന്നതിയുടെ നേരിൽ പറക്കാൻ സഹായിക്കുന്ന രീതിയെ കാണിക്കണം. അതുകൊണ്ട് മനുഷ്യർക്ക് ചിറക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മനുഷ്യരാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, ദൈവത്തെ ആരാധിക്കുന്നവർ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ. ജീവനുള്ള ദൈവത്തെ മറിച്ച് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെയും തെറ്റിനെ ആരാധിക്കാൻ നടന്ന പാതിരി വേഷത്തിന് ആവശ്യമില്ല. റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു മധ്യസ്ഥനുള്ളത് പറഞ്ഞിട്ട് പല ജീവനില്ലാത്തതിനെയും മധ്യസ്ഥനെയും ഉണ്ടാക്കി ആരാധിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ഇപ്പം ഞാൻ 17 മിനിറ്റ് സംസാരിച്ചു. അത് നല്ല അർത്ഥവത്തായിട്ട് കാര്യങ്ങളാണ് പറയണേ. ഇപ്പോൾ മാമനെ ഉയർപ്പിക്കുകയാണെങ്കിലും പാപ്പനെ ഉയർപ്പിക്കുകയാണെങ്കിലും ആ സമയത്ത് അങ്ങനെയില്ല. നിങ്ങൾ കുടിച്ച് വിസ്കി അടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുക, അങ്ങനെ ചെറിയ പിള്ളേർ അങ്ങനെ നമ്മൾ ചിന്തിക്കണ കാര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ എന്താ ഉണ്ടായ കിഡ്നി ഡിസീസ് ഡിസീസ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് ഏൽപ്പിച്ചാൽ അത് ഏതാ റിസറക്ഷൻ റോങ് റിസറക്ഷൻ നിങ്ങളുടെ അതനുസരിച്ച് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ഉണ്ടാവില്ല. ഇങ്ങനെ നടക്കാം, ബുദ്ധി തെച്ചു, നെഞ്ചെടുപ്പ് തെച്ചു, അങ്ങനെ വേദനയിലാണ്ട് നടക്കാം. അപ്പോൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, റിമംബറൻസ് ചെയ്യാൻ പാടില്ല. അത് റിപ്പീറ്റഡ് സാക്രിഫൈസ്. പിന്നെ ആവശ്യമില്ലാത്ത സെയിൻസിനെ ഉണ്ടാക്കി അവരുടെ പ്രതിമ ഉണ്ടാക്കി അവരുടെ മുന്നിൽ ജപമാലയും ജൽപ്പനയും ചെയ്യേണ്ട ആവശ്യമില്ല. അത് യഹോവയ്ക്ക് അരോചകമാണ്. യഹോവയ്ക്ക് ദേഷ്യം വരാൻ പിന്നോക്കമായതുകൊണ്ടാണ് മുതൽക്കൂട്ടാന്ന് പറയണേ. അതുകൊണ്ടാണ് പറയണേ. അതുകൊണ്ടാണ് പറയണേ അത് നടക്കേണ്ട സമയത്തെല്ലാം നടക്കുമെന്ന് പറയണേ. അപ്പോൾ അത് ആ രീതിയിൽ പറയണം. ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയണേ. അതുപോലെ നിങ്ങൾ അവിടെ ഇവിടെയും സംസാരിച്ചിട്ട് ഞാൻ ഗേ അല്ല, ഞാൻ പറഞ്ഞു ബോയ്സിന് ഗേൾസ് ഇഷ്ടപ്പെടണു, അത് ഓമനത്തെ തോന്നുമ്പോൾ ഇഷ്ടപ്പെടും. അല്ലാണ്ട് അവരുടെ ചെയ്യണു, ഗേൾസിൻ്റെ കൂടെ ചെയ്യണു, ബോയ്സിൻ്റെ കൂടെ ചെയ്യണമെന്ന് ഞാൻ പറയണില്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കും. എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ കളവ് നടന്ന് അവഹേളിക്കപ്പെടാനാണ് നിങ്ങൾ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അത് വേറെ വ്യത്യാസം. അതുപോലെ പാതിരികളുടെ ആവശ്യമില്ല എന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയണേ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യരുതെന്ന്. അത് നിന്ന് ചെയ്ത് വെറുതെക്കാന്ന്, പാഴ്വേലയാന്ന് അതുതന്നെ പറഞ്ഞാണ്. ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? 2 മിനിറ്റ് സംസാരിച്ചാൽ അതൊന്നും ഇല്ലെങ്കിൽ പോവും, അത്ര തന്നെ. നിങ്ങളുടെ ഭാഗത്തൊക്കെ വന്ന് ഞാൻ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഒന്ന് പ്ലസൻ്റായിട്ട് സംസാരിക്കണം. അത് നിങ്ങൾക്ക് എന്നോട് തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അവിടെ ഇവിടെയും നിങ്ങൾ കുണ്ടന്മാരെ പോലെയും കുണ്ടത്തികളെ പോലെയും, ഞാൻ ആരെക്കുറിച്ച് പറയാറില്ല, അപ്പം പറയാം, പ്രസ്താവിക്കാം. കുണ്ടന്മാരെ പോലെയും കുണ്ടത്തികളെ പോലെയും വയസ്സന്മാരെ പോലെയും അവിടെ ഇവിടെ സംസാരിക്കുകയാണ്. ആരോ പറയിപ്പിച്ച്
ഞാൻ എന്നോട് ആരും പറയിപ്പിക്കണില്ല. അപ്പോൾ ഈ ഹെൽത്ത് ഉണ്ടോ 2.5 മണിക്കൂറിന് വേണ്ടി പറയണം എല്ലാത്തിൻ്റെയും ഒരു 10 ഡീക്കേഡ് കഴിഞ്ഞ് ആരും തിരിഞ്ഞ് നോക്കാൻ പോകണില്ല. അത് ഇപ്പോഴും പറയണം, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ തോറ്റ വകയുള്ള മുഖം കൊണ്ട് എന്തെങ്കിലും അഭിനയിച്ച് 100 സിനിമയില്ല, ആരെയും 10 ഡീക്കേഡ് കഴിഞ്ഞാൽ കാണാൻ പോവോ? തിരിഞ്ഞ് നോക്കൂ ഈ പ്രേം നസീറിൻ്റെ ബഹദൂറിൻ്റെ സിനിമകൾ? ഇല്ല. അപ്പോൾ നിങ്ങൾ ആരും പറയിപ്പിച്ച് പറയണവരോട് നിങ്ങളുടെ ഹെൽത്ത് നശിച്ചാക്കി തോറ്റ് തുന്നമ്പാടി നടക്കണ പോലെ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് നടക്കുന്നത്, അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ചെകുത്താൻ വെടികൾക്ക് വരെ പറ്റും. സൺഡേ തെറ്റ് ചെയ്യാൻ പോണതും December 25 സൺ ഗോഡ് ഏതോ ഇല്ലാത്ത സൺ ഗോഡിൻ്റെ ബർത്ത്ഡേ ഫേക്ക് ബർത്ത് ഡേറ്റാണ്. അതിൽ യേശുവയ്ക്ക് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് അടുത്ത 26/12/24 2004 സുനാമി ഉണ്ടായത്. സുനാമിക്ക് കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പോകാൻ ഡയറക്റ്റ് അമേരിക്കൻ ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ആ സമയത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അന്നത്തെ പോലെയല്ല. ഒരു സുനാമി വരെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾവി ശ്രീലങ്കയും കന്യാകുമാരിയും ഈ വശത്ത് വന്നത്. അതെന്തുകൊണ്ട് സുഗോവ ഓഗസ്റ്റ് മറിച്ചിട്ട സുഗോവ, അത് സുഗോവ ഡയറീസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയില്ല, ഞാൻ സ്റ്റോറി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 2017-2018. അത് കഴിഞ്ഞ് അതും ഇഷ്ടമില്ലാത്ത കോങ്കളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ സുനാമി വരുന്നത് കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. അതാണ് 26 ഡിസംബർ ക്രിസ്മസ് ഫേക്ക് ബർത്ത് ഡേറ്റ്. അതിൻ്റെ അടുത്ത ദിവസം 26 വന്നത്. വെച്ചാൽ 2888 1988 അഡീഷൻ ചെയ്ത് നോക്കിയാൽ 26 വരണേ. യേശുവയുടെ സമയം, യഹോവയുടെ സമയം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പറയണേ, ഈവൻ ദ സൺ ഡസൻ നോ ദ ടൈം ഓഫ് കമ്മിങ് എന്ന് നമ്മൾ മനസ്സിലാവും. അത് യഹോവയുടെ പൂർണ്ണ അധിപത്യത്തിലിരിക്കണേ. യേശു ഒരു വാരിയറായിട്ട് വന്നേക്കണേ. യേശു ഒരു വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, സ്വോർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? യഹോവയുടെ നമ്പർ 26, അതിൻ്റെ കൂടെ 288, സെക്കൻഡ് കമ്മിങ് 888 എന്നുള്ള യേശുവയുടെ സമയം. അത് വംശാവലി അനുസരിച്ച് എവിടെയാണെങ്കിലും വരും. അത് ഈ പേരിൽ തന്നെ വരണമെന്നില്ല, പ്രൂഫ് വേണ്ട ആവശ്യമില്ല. ഒരു ഹ്യൂമൻ വാലിഡേഷൻ, ഫിസിക്കൽ ഓൺലൈൻ വാലിഡേഷൻ്റെ ആവശ്യമില്ല. അത് തനിയെ ആ രീതിയിൽ വന്നിട്ടുണ്ടോ? പിന്നെ വേറെ യേശുവ വരാനിരിക്കണല്ലേ. അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു അവിടെ ഇവിടെയും പറയിപ്പിച്ച് കുണ്ടന്മാരെ പോലെ വയസ്സന്മാരെ പോലെ അവിടെ ഇവിടെയും മർമർ ചെയ്ത് എനിക്ക് വരെ മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും, എന്ത് ഭവ്യതയോടെ പറഞ്ഞാലും, ഉച്ചെടുത്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ തന്നെ തിരിഞ്ഞു പോവാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. നിങ്ങളുടെ സ്ഥാപിൽ നിന്ന് വൃത്തികെട്ട വാക്ക് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി ചെകുത്താൻ വെഡ്ഡികൾക്കും സാധിക്കും. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ ഓരോ സ്ഥലത്ത് പോയി എന്തൊക്കെ വൃത്തികേട് ചെയ്യണമെന്ന് ആർക്കറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ വെഡ്ഡിത്തം, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വെഡ്ഡിത്തം ഓർത്ത് നിങ്ങൾ ചെകുത്താൻ വെഡ്ഡികളാണ് നിങ്ങളുടെ തലയിൽ എഴുതിയേക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവിടെ ഇവിടെയും വെഡ്ഡിത്തം പറഞ്ഞ് നടക്കാൻ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഏത് കിളികൾക്കും ഏത് പക്ഷികൾക്കും എന്ത് കണ്ടാലും എവിടെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചാണ് മനസ്സിലാക്കണം. അത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ചെകുത്താൻ വെഡ്ഡികൾക്ക് സ്വയം ഒന്നത്തിനും അഹങ്കരിക്കേണ്ട കാര്യമില്ല. വെഡ്ഡിത്തത്തിൽ അഹങ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ട് ഫൂളിഷ്നെസ്സിൽ അഹങ്കരിച്ച് നടന്നിട്ട് ഫൂളിഷ്നെസ് സപ്പോർട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എന്നിട്ട് വെഡ്ഡിത്തം നാവിന്ന് വരുമ്പോൾ മനസ്സിലാക്കാം, നിങ്ങൾ ചെകുത്താൻ വെഡ്ഡികൾ അണിഞ്ഞൊരുക്കി നടക്കുന്ന സൺഡേ ആയിട്ട് യേശുവയ്ക്ക് ബന്ധമില്ല. അപ്പോൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് നിങ്ങൾ മാറാൻ തയ്യാറാവേണ്ട. ഇപ്പം മാറിയിട്ട് കാര്യമുണ്ട്? 2000 വർഷമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഈ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് 2000 വർഷമായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് എന്ത് കാര്യം? അപ്പോൾ അത് മാറ്റാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം വെഡ്ഡികളാണെന്ന് മനസ്സിലാക്കിയിട്ട് അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. കുറേ ജീവനില്ലാത്തത് ആരാധിച്ച് നടന്നിട്ട്. അപ്പോൾ മനസ്സിലാക്കാം. എന്നിട്ടും ആ തോറ്റ വേർഡ്സ് പറഞ്ഞിട്ട് ആ തോൽവിയുടെ മുഖം വീണ്ടും 10 ടിക്കറ്റ് കഴിഞ്ഞ് ഇവരുടെ ഒരു കുമ്മുട്ടിയും മാമുക്കോയും ആ ഒരു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല. അവർക്ക് അറിയും കൂടി ഇല്ല എന്താണെന്ന്. അപ്പോൾ അവർക്ക് പാതിരി വേഷം കെട്ടിച്ച് ചെയ്യണം, മധ്യസ്ഥം കുറേ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ അറിയിക്കണ തെറ്റ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ കുറേ വെഡ്ഡികൾ ചത്തുണ്ട്, ഇല്ലാണ്ടായിട്ടുണ്ട്. കുറേ ടിക്കറ്റ് കഴിഞ്ഞാൽ ചത്തവരും യങ് ആൾക്കാരും ചാവും, വയസ്സായവരും രോഗം മുഴുവൻ ചാവും. അത് കഴിയുമ്പോൾ ജനിക്കണവർ ഇവരുടെ സിനിമകൾ തിരിഞ്ഞ് നോക്കാൻ പോകണല്ലേ. ഇപ്പം തന്നെ അവരുടെ സിനിമ കാണാൻ പോകണല്ലേ. മണിയടി ദിലീപും ഡൈവോഴ്സായിട്ട് ആരും കാണാൻ പോകണല്ലേ. ബഹദൂറിൻ്റെയും ഷീലയുടെ ശാരദയുടെ സിനിമ ആരും കാണാൻ പോകണല്ലേ. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ വിഡ്ഢിത്തം എത്രത്തോളം ഉണ്ടെന്ന്. എന്നിട്ട് അവർ ഉയർപ്പിക്കാൻ പോകണം. ഈ വിഡ്ഢിത്തം ജീവനില്ലാത്ത വ്യഭിചാരികളൊക്കെ ആരാധിച്ച് നടന്നിട്ട് അവർ ഉയർപ്പിക്കാൻ പോകണം. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബോധമില്ലാത്തവരോട്, പടുവെഡ്ഡികളോട് ക്രിസ്ത്യാനിറ്റി ആയിട്ടും നിങ്ങൾക്ക് അറിവില്ലാണ്ട് നിങ്ങൾ തന്നെ സ്വയം പറയുന്നുണ്ട് ഇഗ്നോറൻസ് മിസ്റ്റേക്ക്, അതിൻ്റെ കോൺസിക്വൻസസ് ഫേറ്റലാവുന്നു. എന്നിട്ട് നിങ്ങൾ തന്നെ ആ വെഡ്ഡിത്തം, നിങ്ങളുടെ അറിവില്ലായ്മ ഏതോ പടുവെഡ്ഡിയോട് ചോദിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് മനസ്സിൽ ചോദിക്കണ്ടേ, ഞങ്ങളെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിസ്കിയും ബ്രാൻഡി അടിച്ച് സിഗരറ്റും വലിച്ച് പുതിയ വീട്ടിലിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇഗ്നോറൻസ്, നിങ്ങളുടെ ഓട്ടോ ജോർജ് എന്ന് പറഞ്ഞൊരു വെഡ്ഡി, ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അന്വേഷിച്ച് വരണല്ലേ അവർ കാര്യമായിട്ട് ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം?
ആൾക്കാരുടെ ഇതുണ്ട്, പാർട്ടിക്കൊക്കെ പോകുന്നുണ്ട്, പാർട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ട, ഏത് കുറേ മൈക്കിൽ അവതരിപ്പിക്കേണ്ട, അത് അവർക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കുശുമ്പും കുന്നായ്മയാണ് പറയണത്, നിങ്ങൾ വിഡിത്തം. അത് മനസ്സിലാക്കാൻ പഠിക്കും, അതല്ല വേണ്ടത്. അപ്പോൾ നിങ്ങളെ പോലെ വിഡ്ഢികളെ ചത്ത് തൊലയാൻ പോണവരോട് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കാൻ? എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കണവരോട് എന്ത് മിണ്ടാനാണ്? അവരുടെ ശബ്ദം അങ്ങനെ ആയതുകൊണ്ട് ഈ ജീവനില്ലാത്ത സാധനങ്ങളൊക്കെ ആരാധിച്ചിട്ട് നശ്വരമായ സ്ത്രീയോ നശ്വരമായ ഹ്യൂമൻസിനെ നശ്വര മൃഗങ്ങളെ ആരാധിക്കണവരാണ് ഹിന്ദുസും റോമൻ കാത്തലിക്സും. അതുണ്ടാവാൻ പാടില്ലായിരുന്നു, അതുണ്ടായി പോയി. അപ്പോൾ യേശുവയ്ക്ക് ഒരു അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ വിഡിത്തം ചെയ്യുന്നു. യേശു പറഞ്ഞത് പാതിരികളുടെ ആവശ്യമില്ല, ഒരു മധ്യസ്ഥനുള്ളൂ, ഒരു മഹാപുരോഹിതനുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പാതിരികളെയും കൊണ്ട് നടക്കാമെന്ന് കൈമുത്തി. അവർ സാലറി മേടിച്ച് കള്ളത്തരാണ് ചെയ്യുന്നത്, റിപ്പീറ്റഡ് സാക്രിഫൈസാണ് ചെയ്യുന്നത്. റിമംബറൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇൻഡിപെൻഡൻസ് ചർച്ചിൽ കണ്ടറിയാം. അവർ കാശ് മേടിക്കണില്ല, അവർ പങ്കുവയ്ക്കുക, ലവ് പങ്കുവയ്ക്കുക, സംസാരം പങ്കുവയ്ക്കുക, ഭക്ഷണം പങ്കുവയ്ക്കുക, അല്ല വൈൻ, ഇത്തിരി മുന്തിരി വൈൻ പങ്കുവയ്ക്കുക, അതിൽ ആൾക്കഹോളില്ല. ഇത് കുടിച്ച് നടന്ന് ഡ്രഗ് അടിച്ച് എന്തോ പോലെ ആയിത്തീരാണ് ഞങ്ങൾ. അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട്, തിരിച്ച് ബെനിഫിറ്റ് പ്രതീക്ഷിക്കാണ്ട്, അപ്പോൾ അതിൽ ഇൻട്രസ്റ്റും അതൊന്നും ഇല്ല. അപ്പോൾ മനസ്സിലാക്കാം ഇങ്ങനെ ചെയ്യണമെന്ന്. അത് സാലറി ചെയ്ത് പാതിരികളുടെ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യണ പോലെയല്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലൊന്നും പോകേണ്ട കാര്യമില്ല, മലമേലൊന്നും പോകേണ്ട കാര്യമില്ലാന്ന് യേശു തന്നെ പറയണം. പള്ളിയിലൊന്നും അങ്ങനെ ഒരു കാലം വരുന്നു. പക്ഷെ അതല്ല, നിങ്ങൾ നേരെ വിപരീതം ചെയ്യണം, ഓപ്പോസിറ്റ് ചെയ്യാനല്ല പറഞ്ഞേ. യേശു പറഞ്ഞ് വിചാരിച്ചില്ല ഞങ്ങൾ ഓപ്പോസിറ്റ് ആൻറ്റി ക്രൈസ്റ്റ് പോലെ ചെയ്യുന്നു. ചെകുത്താൻ പള്ളീനെ കുറ്റം പറയണവരാണ് നിങ്ങൾ സ്വയം ചെകുത്താൻ പള്ളി ആൻറ്റി ക്രൈസ്റ്റ് ആണ് അല്ലേ? ഈ ജീവനില്ലാത്ത ആരാധിച്ച പാതിരികളുണ്ട്, വായിച്ച കണ്ട് മനസ്സിലാക്കാത്തവർ കേട്ടങ്ങനെ അറിയുന്നുള്ള പോലെ. ഈ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യുന്നതും കുറേ വിഗ്രഹങ്ങളെയും വെച്ച് ജീവനില്ലാത്ത ആരാധിക്കണവർ, അത് യഹോവായിട്ട് യേശുവായിട്ട് ഒരു ബന്ധമുണ്ടാ? അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളായിട്ട് പടുവിഡ്ഢികളോട് അവരോട് ക്രിസ്ത്യാനിറ്റി ഞങ്ങൾക്കൊന്നും അറിയാൻ വെച്ച് കണ്ടു പറഞ്ഞിട്ടുണ്ട്. അതിൽ വിസ്കിയും ബ്രാൻഡി അടിച്ച് ഇങ്ങനെ സിഗരറ്റും വലിച്ച് തൊലയാ നടക്കണ പോലെ സ്വന്തം വീട്ടുകാരെ കൊണ്ടായിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ച് ഇല്ലാണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അതിനെക്കുറിച്ച് അറിയണില്ല. 8 എൻ്റെ പ്ലസ് 26 2000 എന്ന വർഷത്തിൽ 6ാം ക്ലാസ്സിലാണെന്നോ 12 വയസ്സ് തികയുമ്പോഴാണോ 8×3 ആണോ, അതിന് 3 8 സമയം 23 വയസ്സ് കഴിഞ്ഞ് ചിന്തിക്കണ കാര്യങ്ങളാണ് പറയണേ അല്ലേ? അപ്പം ചിന്തിക്കണല്ലോ 11 വയസ്സിൽ. 23 പറഞ്ഞാൽ 11 ക്ലോക്കിൽ, അതൊക്കെ അപ്പോഴാണ് അറിയണേ. മൊബൈലിൽ 21 സമയം 4:08 കാണിക്കുന്നതൊക്കെ അപ്പോഴാണ് വരണേ. 8-4 എന്ന് പറയുന്നത് കൊറോണ 2020 വരുമ്പോഴും 2000 കഴിഞ്ഞിട്ടുള്ള നമ്പറിൻ്റെ മാജിക്കിനെ കുറിച്ച് പറയണേ. 2000 12 വയസ്സ് തികഞ്ഞ് യേശുവിനെ കാണാണ്ടാവണം. പക്ഷേ ഉണ്ട് അവിടെ 8 എന്നുള്ളത്, 3 8 6 ഇല്ല എന്നുള്ളത് കാണിക്കാനായിട്ട് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2+4 6, 8×3 24, 2×4 8 ഉണ്ടെന്ന്. അപ്പോൾ 12 വയസ്സ് തികയുമ്പോൾ 1+2 3 0 സമയം 8 ആ 2020 ആ നന്നായിട്ട് കിടക്കേണ്ട അവിടെ 2 ആ നിലനിൽക്കുന്ന പറയണം. 1000 വർഷം കഴിഞ്ഞാലും ഒരു 112 വയസ്സ് വരെ ജീവിച്ചോ? 150 വരെ ഒരു വയസ്സ് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു മിതത്വം പാലിക്കുക. ഞാൻ സാധാരണ പരിപ്പ് കറി ചോറ് ഉണ്ടാക്കി കഴിക്കില്ല. ആര് പോയാലും എന്ത് പോയാലും സാധാരണ ഒരു വലിയ ബംഗ്ലാവ് വേണം, ജോലിക്ക് വേണ്ടി തത്രപ്പെടാം, ജോലിക്ക് വേണ്ടി എനിക്ക് പകർത്ത് പോയിട്ട് ജോലി ചെയ്യണം, മക്കൾ ഉണ്ടാക്കണം എന്ന് പറയല്ലേ. എവിടെ ചെന്ന് എവിടെയെങ്കിലും നിന്ന് 4 വർഷം ഹോംഗ്ലൂരുണ്ടായി, ഞാൻ ഇതിന് മൊഴിഞ്ഞ എവിടെയെങ്കിലും ചെന്ന് നിന്ന് കഴിഞ്ഞാലും, എവിടെ ചെന്ന് നിൽക്കണോ, എവിടെയെങ്കിലും നിന്ന് ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെങ്കിലും അത് നിൽക്കും, ആ രീതിയിൽ നിൽക്കാൻ ശ്രമിക്കും. അതാണ് 112 വയസ്സിൽ ജീവിക്കുന്ന പറയുന്നത്. 11-12 വയസ്സ് തികയുമ്പോൾ 2001 ഉണ്ടായ പോലെ ട്വിൻ ടവേഴ്സും ട്വിൻ ടൗൺസും ഒക്കെ ഉണ്ടായ പോലെ, ഗോവയുടെ അനുസരിച്ചുണ്ടായ പോലെ കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് തീയും കത്തി ചാടാൻ നിന്നവരെ പോലെ. അതൊന്നും ഡയറക്റ്റ് പ്ലെയിനില്ല, എയർപ്ലെയിനില്ല അങ്ങോട്ട്. ഇന്ത്യയിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ഒന്നും ഡയറക്റ്റ് പ്ലെയിനില്ല അമേരിക്കയിലേക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കാം, അങ്ങനെയൊന്നും ഉണ്ടാവണ കാര്യമില്ല. നമ്മൾ അറിയില്ല. 23 വയസ്സ് കഴിഞ്ഞ് മൊബൈൽ പുരോഗമനങ്ങളൊക്കെ വന്ന് അത് കഴിഞ്ഞ് 24 25 26 സർക്കംസിഷൻ ചെയ്ത് 24 വയസ്സിൽ 25 26 വയസ്സിൽ കുട്ടികൾ 51 അതൊരു ജോലി ചെയ്തു 7 വീടിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ആലുമാങ്ങത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വരണം. 28 വയസ്സ് 29 വയസ്സ് ബാംഗ്ലൂർ വീണ്ടും പോകാം. പിന്നെ 30 വയസ്സ് ബാപ്റ്റിസം, 31 32 33 36 വയസ്സായി. രാജസ്ഥാൻ പോയി ബ്രിഡ് ജോലി നിർത്തേണ്ട സമയമായി. അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നടക്കുന്നതാണ്, മനസ്സിലാക്കാം.
അതാ പറയണേ അതാ പറയണേ ഫ്രീ സർവീസ് ഒരു 10 ലക്ഷം ആസ്തി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കണല്ലേ. അതിന് വരുന്ന ഇൻട്രസ്റ്റ് സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും ഉപയോഗിക്കണുള്ളൂ. അതാണ് 112 ഹെൽത്ത് സൂക്ഷിക്കുക. 112 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയണേ. അതാണ് തുറന്നിരിക്കണ സ്ഥലം അത്. സൂര്യപ്രകാശം ഇതിലുണ്ട്, എല്ലാം എത്തുന്നുണ്ട്. മഴവെള്ളം വരെ അകത്ത് വരെ കയറും. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താ വ്യത്യാസം? അല്ലാണ്ട് നിങ്ങളുടെ വിഡ്ഢിത്തം കാരണമല്ല ഞാൻ അനങ്ങാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഞാൻ അറിയാത്ത പോലത്തോളം ഉണ്ട്. തോറ്റ വേർഡും പറഞ്ഞ് തോറ്റ വേർഡ്സ് ഒരിക്കലും ഒടിഞ്ഞ് നടന്ന് ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് പതുക്കെ പതുക്കെ നടക്കാനല്ലാന്ന് അറിയാല്ലാണ്ട് പൊക്കെ റോമൻ കത്തിരിക്കാന്ന് വെഡിത്തം ആവർത്തിക്കാല്ലാണ്ട് അവരിതിനെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയാറില്ല. തോറ്റ വേർഡ്സാണ്. അവർ അനിയന്മാർ അവർ നാനിക്കും ബൈബിൾ വായിക്കാൻ അറിയില്ല. അനിയന്മാർക്കാണ് അവർ യേശുദാസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അവർ പീസായി ചാവാണ് ഇവരുടെ ട്രെയിനിൽ നിന്ന് തന്നെ ചാടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ തോൽക്കാൻ വകയുള്ള മോന്തകളാണ് നിങ്ങൾ ജയിക്കാൻ വല്ല വകയുണ്ട്. ഒരു വിരുഡിസ്ത്രീയുടെ ഒപ്പം ഫൂളിഷ്നെസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരെ കൊണ്ടെന്ത് കാര്യം? ഒരു ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫേക്ക് ഡെത്ത് ആയിക്കോട്ടെ, പീസായി ചത്തവരെ ഉയർപ്പിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ ആരും പറയിപ്പിക്കണം. അന്നേ തൊട്ട് പറയിപ്പിക്കും, ചെയ്യാം പറയും ചോദിക്കുക എന്താ ഇങ്ങനെ മരിച്ച, ഹാർട്ട് അറ്റാക്കിന് മരിച്ചപ്പോൾ ഒരു സൈഡ് കരണ്ട അമ്മ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഒരു പുതിച്ച് നെഞ്ചിട്ട് പുതിച്ച് വേദനയാണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആര് കാരണം എന്താ ശരിക്കണം. അപ്പോൾ ഞാൻ റെസ്റ്റിലിരിക്കുക. അപ്പോഴും അങ്ങനെ ചേഞ്ചസ് വരണമെന്നില്ല. അന്ന് നമ്മൾ ചിന്തിക്കണില്ല. നിങ്ങളെന്താ ചെയ്യണേ? നേരെ മറിച്ച് ചെയ്യണം. വിസ്കി അടിച്ച് ബ്രാൻഡ് അടിച്ച് വെഡിയന്മാരോടാണ് നിങ്ങൾ ഉപദേശം ചോദിക്കാൻ പോണേ. പടുവിഡ്ഢികളോട്. അവരുടെ വീട്ടും പേരിലാണ്. എന്നിട്ട് ഈ 10 ഡിക്കേഡ് കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞ് നോക്കാൻ പോകാത്തവർ ഒരു സാധാരണ ബാഡ്മിൻ്റൺ പ്ലെയറോട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം അയാൾ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് വിസ്കിയും ബ്രാൻഡി അടിച്ച് നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് സിഗരറ്റ് വലിച്ച്. അതുപോലത്തെ മേരിദാസ് എന്ന് പറഞ്ഞ വിഡ്ഢിയുടെ പേര്, അത് തെറ്റാണ്. അത് മേരീനെ ആരാധിക്കണമെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ വീട്ടുകാർ തന്നെ ഫുൾ അതിൻ്റെ ഇനീഷ്യൽ വെച്ചിരിക്കണം. അതിനും വെച്ച് വിഡ്ഢി കോൺടാക്റ്റും വെച്ചിരിക്കണം. ഒന്ന് അന്വേഷിച്ച് വരണ രീതിയില്ല. കാരണം അന്വേഷിച്ച് വരണ രീതിയിലാണ്ട് 9 വർഷമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാണ്ടിരുന്നത് എന്താ കാര്യം? അതല്ല കാര്യം. ഒരു സമയത്തിനനുസരിച്ച് വന്നിട്ട് അങ്ങനെ വരാം. അല്ലാണ്ട് ഏതോ സമയത്തിന് കണക്കിനില്ലാതെ ഏതോ സമയത്ത് ജനിച്ചാൽ ഫൂളിഷ് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാൻ നിന്നാൽ ഫൂളിഷ് ആൻസേഴ്സ് അല്ല എൻ്റെ അടുത്ത് വരുള്ളൂ. കണക്കിനെ കുറിച്ച് എനിക്കറിയില്ല, പിന്നോക്കാണ്, കോനിക്കാട് വീട്ടുപേരെ തട്ടിച്ച് നിൽക്കണേ, മാത്സിലേക്ക് മാർക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഫൂളുകളാവാണ്. നിങ്ങൾ എഴുന്നേറ്റ് സാരി പൊതിച്ച് ഓടി പോവാണ്. സാരിയാണെങ്കിലും പാൻറ്റാണെങ്കിലും അണിഞ്ഞൊരുക്കി നടക്കണവർ ചെകുത്താൻ വെഡ്ഡികളുണ്ടാവും തെറ്റ് ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി എളിഞ്ഞും വളഞ്ഞിരിക്കണവർ. അപ്പോൾ അതുപോലെ ആവരുത്. അവരോട് എന്നോട് മുഖത്ത് നോക്കി ഇത്ര വർഷമായിട്ട് മുഖത്ത് സംസാരിക്കാത്തത് അവരോട് ചോദിക്കാണ്ട് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാ ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്ന് പറയണം. അതുപോലെ ഗ്ലീഷോം എല്ലാവരോടും കുമിതാ ബച്ചൻ്റെ വളഞ്ഞ കവളും വെച്ച് കൈയടിച്ചിട്ട് കുമ്മുട്ടിയുടെ കൈയടിച്ച് ഇല്ലാണ്ടാവണവരാണ്. എടുത്ത് ചാടണവരാണ്. ഹേസ്റ്റ് കാണിക്കണവരാണ്. ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാനും ഗുഡ് കഴിച്ച് നടക്കാനും. അത് മൂത്തരും അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് എല്ലാവരും കൂട്ടി വാങ്ങിയത്. ഒരു ബുദ്ധിബോധമില്ലാന്ന്. എന്നിട്ട് ഈ ഗുഡ്കിങ് കഴിച്ച് നടക്കണവരാണ്, എടുത്ത് ചാടി നടക്കണവരാണ്. അനിയന്മാരെ യേശുവ എന്നൊക്കെ പറഞ്ഞു. അവർ കടിഞ്ഞൂലാണൊന്നും അറിയില്ല. കടിഞ്ഞൂലിൽ നിന്നാണ് കന്യകയിൽ നിന്നാണ് കടിഞ്ഞൂലുണ്ടാവുക. അതുകൊണ്ടാണ് 7 മക്കളും 5 മക്കളും 4 മക്കൾ കഴിഞ്ഞാൽ ജനിച്ചതല്ല. യോസപിതാവ് കക്കോൾഡ് 7 മക്കൾ പിന്നെ 4 മക്കൾ ജനിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ പഠിക്കും. വൃദ്ധയായ അതിൻ്റെ കൂടെ തന്നെ എലിശാമ വൃദ്ധയായ സാറാനെ കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ബുദ്ധി എന്തില്ലാത്ത. അതാണ് കന്യകയും ജനിച്ചെന്ന് പറയുന്നത്. കന്യകനെ ആരാധിക്കാൻ പാടുണ്ട്. ഗ്ലീഷകളും ഒരു തോറ്റ വേർഡ്സ് ഇവരെന്താ പറയുക, അവർക്ക് വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയില്ല. ഗിയറുള്ള വണ്ടി ഏതാണെങ്കിലും ഇത്ര കിലോമീറ്റർ 650 കിലോമീറ്റർ. അവരെന്നിട്ട് 9 വർഷം എന്നോട് സംസാരിക്കാത്തതിന് അവരോട് ചോദിക്കാണ്ട് അവർ കന്യകൻ്റെ പറഞ്ഞ അവർ പറയിപ്പിച്ച് പറയണവരാണ്. അവർ പറയും. അങ്ങനെ വളഞ്ഞ മോന്തയും വെച്ച് ആയിരുന്നു കൂട്ടി വാങ്ങണവർ. ഇങ്ങനെയുള്ള ബെഡ്ഡികൾ സമയത്തിന് ഓഗസ്റ്റ് 2 ആണെങ്കിലും ഓഗസ്റ്റ് 3 ആണെങ്കിലും അടുപ്പിച്ച് 8-2 8-3 എന്ന രീതിയിൽ അമേരിക്കൻ വേയിൽ തിരിച്ചെഴുതണ പോലെ ഡേറ്റിൽ ചാവും. അത് ഓഗസ്റ്റ് 15-3 എന്ന ക്ലോക്കിലെ സമയമാണെങ്കിൽ ഓഗസ്റ്റ് 14-2 എന്ന ക്ലോക്കിലെ സമയമാണെങ്കിലും ആ രീതിയിൽ ചാവും. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഉയർപ്പിക്കേണ്ടത് അതൊക്കെ എൻ്റെ വഴിക്ക് വരും. എന്താ പറ്റിയ കിഡ്സ് മരിച്ചിട്ടുള്ള പറഞ്ഞ് ഒരു ബുദ്ധി വെച്ച് നെഞ്ചെടുപ്പ് വെച്ച് വരാണെങ്കിൽ ആയി. അല്ലെങ്കിൽ ഏത് റിസറക്ഷൻ ഓർ നോ റിസറക്ഷൻ അവർക്ക് എന്തായാലും ഇങ്ങനെ നടക്കാൻ പറ്റും. പിന്നെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറും കല്യാണത്തിൽ അവർക്ക് പ്രതിബദ്ധത ഇല്ല. അവർ വഴങ്ങണല്ലേ ഇങ്ങനെ നടക്കേണ്ടി വരും. പല വൃദ്ധസദനത്തിൽ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള
കാശ് ഇവർക്കൊന്നും ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം അതിനനുസരിച്ച് നടക്കണം. അപ്പം എക്സാജറേഷൻ ചെയ്യാതിരിക്കാൻ നോക്കുക. യേശുവയുടെ അത് പറഞ്ഞ് അപ്പം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങളാ അടികളും ജീവനില്ലാത്ത റോമൻ കാത്തലിക്സ് അത് പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന് പുനർജീവൻ ഉണ്ട്, അത് പറയണില്ല. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയണവർ ഏത് ക്രിസ്ത്യാനിറ്റീനെ ഫോളോ ചെയ്യണമെന്ന് എനിക്കതിനറിയില്ല. നിങ്ങൾ ഏത് ക്രിസ്ത്യാനിറ്റീനെ ഫോളോ ചെയ്യണേ? ബാപ്റ്റിസം ചെയ്ത് ഒരു ഫേക്ക് പേരുള്ള മേരിദാസ്, മേരീനെ ആരാധിക്കണവനെ മുന്നിൽ ബ്ലഡി ജോലിയും ബ്ലഡി കോൺടാക്റ്റും വെച്ച് അവരുടെ വീട്ടുകാർ മൊത്തം മേരിദാസാണ്, മേരീനെ ആരാധിക്കണവർ. അതിൻ്റെ പേര് മാറ്റാണ്ട് അതിന് ബ്ലഡി കോൺടാക്റ്റും വെച്ചിട്ട് അന്വേഷിച്ച് വരാണ്ട് മുഖത്ത് നോക്കി സംസാരിപ്പിക്കാണ്ട് എന്താ കാര്യം? അവിടെ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറയണ പടുവിഡ്ഢികളോട് ഉപദേശം ചോദിക്കാൻ പോണവരോട് അവർ ഏത് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത്ര ബാപ്റ്റിസം ചെയ്തിട്ടുമല്ല. ഇവിടെ ഹിന്ദിയും വരാനുള്ള ഇംഗ്ലീഷും വരാനുള്ള. ഹിന്ദിക്കാരും മലയാളികളാണ്. അവർ കുട്ടി കഴിച്ചിട്ട് നടന്നിട്ട് കൂട്ടം കൂടി നടക്കണ പോലെയല്ല അത് ഉണ്ടായിട്ടില്ലേ. അത് എന്താ ഉണ്ടാവണം? അവർക്ക് 100-90 മാർക്ക് കിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ നേരെ ഇംഗ്ലീഷിൽ 50 മാർക്ക് കിട്ടണുള്ളൂ എല്ലാ വർഷവും. മലയാളത്തിൽ അങ്ങനെയുള്ള ഹിന്ദി മലയാളം 75 മാർക്ക് മേടിക്കുമോ 100-ൽ? ഇല്ല. എല്ലാ വർഷവും 5 വർഷം ഉണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പം അത് മനസ്സിലാക്കാം. 9 ക്ലാസ് ഭാഷ അങ്ങനെ പോയി കഴിഞ്ഞിട്ടും ഇംഗ്ലീഷോ അങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല സമയത്തിനനുസരിച്ച്. ഏതോ 1940-ലും 1950-ലും 1960-ലും ജനിച്ചവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? അവർ സിഗരറ്റ് വലിച്ച് ബീഡി വലിച്ച് അവരുടെ വേ ഓഫ് ടോണൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അവരുടെ കാരണം അവരുടെ ഒരു 2888 ജനിച്ച് 2000 വർഷം 12 വയസ്സ് കഴിഞ്ഞ് അങ്ങനെ നിലനിൽക്കണ പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഏതോ വർഷത്തിൽ ജനിച്ചു. ഏതോ 68-ഉം 79-ഉം 50-ഉം 1946-ലും ജനിച്ച പടുവെഡ്ഡികൾക്കൊന്നും ഈ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് 2000 വർഷം തികയുമ്പോൾ ഒന്നും അറിയണില്ലേ. അവർക്ക് കുരുട്ട് മോന്തയാണ് ഒന്നാമത്. പിന്നെ അങ്ങനെ ഈ സാലറി 65,000 രൂപ സാലറി മേടിച്ച് നടക്കണ പാതിരികളുടെ കൈ മുത്താൻ പോവായിരിക്കുമോ? അവർ നേരെ വിപരീതമാണ്. റിപ്പീറ്റഡ് സാക്രിഫൈസ് ആണ്. റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ പങ്ക് വയ്ക്കുക, ലവ് ഷെയർ ചെയ്യുക, വൈൻ ഷെയർ ചെയ്യുക, ഫുഡ് ഷെയർ ചെയ്യുക, തിരികെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട്, ബെനിഫിറ്റ് പ്രതീക്ഷിക്കാണ്ട്. അതിനെയാണ് ഫ്രീ സാക്രിഫൈസ്, ഫ്രീ ലവ് എന്ന് പറയുന്നത്. അതിനെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നതാണ് റിമെമ്പറൻസ്. അല്ലത് വിലയില്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ പെടുക തന്നെ ചെയ്യും. നിങ്ങളവരെ ആരാധിക്കാൻ തന്ന നിങ്ങളും പെടും. യേശുവയുടെ ചെയ്യണതിൻ്റെ നേരെ മറിച്ച് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിനാണ് ആൻറ്റി ക്രൈസ്റ്റ് ഒരു 550 AD തൊട്ട് വന്ന കാര്യം പറയണേ. ബൈബിളൊന്നും അവർ വായിക്കണല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. എന്തെങ്കിലും ഇരുട്ടത്ത് കാര്യം ബോധിപ്പിച്ച് സംസാരിച്ച് പോകാനാണെങ്കിലും, ഏത് യോദ്ധാക്കളാണെങ്കിലും ഏത് പോലീസുകാരാണെങ്കിലും അവരോട് സംസാരിച്ച് പോകും. പക്ഷെ നിങ്ങളാണെങ്കിൽ 2-3 തിരിഞ്ഞ് ഓട ചെയ്യണം. അത് മനസ്സിലാക്കാൻ പഠിക്കാം. പറയിപ്പിച്ച് വരുന്നത് വ്യത്യാസമുണ്ട്. അത് പറയിപ്പിക്കാണ്ട് സ്വന്തം ശൈലിയിൽ നടക്കണത് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ അതുപോലത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ പടുവെഡ്ഡികളോട് ഉപദേശം ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇവിടെ 7 വർഷം പുറത്ത് പോയി മെറ്റീരിയലിസ്റ്റിക് ജോലിയൊന്നും ചെയ്യണല്ലേ. അതുപോലെ യഹൂദിയർ ഈ ടെമ്പിളിൽ പോയി ആരാധിക്കുന്നതും റിപ്പീറ്റഡ് സാക്രിഫൈസും അവർ തന്നെ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും യേശുവിനെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യിപ്പിച്ച റോമൻസിൻ്റെ കൂടെ അവർ സാക്രിഫൈസൊക്കെ നിർത്തി, ടെമ്പിളിൽ പോക്ക് നിർത്തി. അവർ അറ്റോൺമെൻറ്റ് ചെയ്യണം. ഒരു ഹാളുണ്ടാക്കിയിട്ട് അവർ ബൈബിൾ വായിച്ച് അതിന് മതി. ഇനി സാക്രിഫൈസൊന്നും ഇല്ല അവർക്ക്. അപ്പോൾ ഈ യേശുവയുടെ സാക്രിഫൈസിൽ അവർ പകുതിയല്ല വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവർ പുറത്തേക്ക് കാണിക്കണില്ല. എന്ന് വെച്ചാൽ ബൈബിളിൽ മുമ്പേ തൊട്ട് എഴുതി വെച്ചതാണ്. ഇങ്ങനെ യേശു കന്യകയിൽ നിന്ന് കടിഞ്ഞൂൽ ജനിക്കും എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷേ റോമൻ കാത്തലിക്സ് ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ ഞാൻ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ അവിടെ നിൽക്കുന്നുണ്ട്, ബെല്ലടിച്ചിട്ട് ഓടി പോലെ ചെയ്യണം. 1 മിനിറ്റ് നിൽക്കണം, അവിടെ ആരും വരണം. 5 മിനിറ്റ് നിൽക്കുന്നുണ്ട്, എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. ആരും പുറത്തേക്ക് വരണല്ലേ. ഇങ്ങനെയുള്ളവർ അവിടെ ഇവിടെ നിർത്തിയിട്ടുള്ള കാര്യമുണ്ടോ? മുഖത്ത് നോക്കി സംസാരിപ്പിക്കണം. അങ്ങനെ സംസാരിപ്പിക്കണം. എനിക്ക് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ല. ഞാൻ പോകുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക. ഞങ്ങളെന്താ ചെയ്യണേ? പറയിപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് വരണല്ലേ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് ഇങ്ങോട്ടില്ല, ഇങ്ങോട്ട് സംസാരിക്കണ രീതിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എത്ര ഭവ്യതയോടെ സൗമ്യതയോടെ ഫോണിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ തിരിഞ്ഞ് നോക്കാൻ പോകില്ല എന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്. എന്നിട്ടത് മനസ്സിലാക്കാത്ത 10 വർഷം ഞാൻ അവിടെ ജനിച്ചോട്ട് നിങ്ങളിങ്ങനെ വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാണ്ട് പിന്നെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കോമൺ സെൻസ് അധികമല്ല. ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് തന്നെ ഈ വീട്ടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ.
എന്നിട്ട് ഞാൻ അത് പറയണേ, ഞാൻ ഇങ്ങനെ ആരും കുറിച്ച് ഞാൻ വൃത്തിയോട് പറയാറില്ല. അപ്പം ഞാൻ പറയാം, കുട്ടിയും കഴിച്ച് നടക്കണം നിങ്ങൾ കുണ്ടന്മാരും കുണ്ടത്തികളും ആരും പറയിപ്പിച്ച് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ അവിടെയും ഇവിടെയും ആരും പറയിപ്പിച്ച് പറയണേയും ഭേദമല്ല മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ അത് പറയണം, ഞാൻ ഗെയ്യൊന്നുമല്ല, ഞാൻ ഗെയ്യല്ല, ബോയ്സ് ഗേൾസായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്, അത് ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. ബോയ്സിനെ ചെയ്യണം, ഗേൾസിൻ്റെ കൂടെ ചെയ്യണമെന്ന് ഞാൻ പറയണല്ലേ, ബോയ്സിനോട് ചെയ്യണല്ലേ, ബോയ്സിനോട് ചെയ്യണല്ലേ. അപ്പം അതിൻ്റെ അകത്ത് കളവൊക്കെ നിങ്ങൾ നടത്തി നിങ്ങളതിന് നാണം കെട്ട് വീഴണേ, അത് മനസ്സിലാക്കാൻ പഠിക്കും.